കൊള്ളാത്ത ആളെന്ന് തോന്നി വിട്ടു, അത്രേ ഉള്ളൂ. സംഘത്തിന് കൊള്ളാവുന്ന ആളെ വിടില്ലല്ലോ. പരമേശ്വരജിയാണ് സംഘടനാ സെക്രട്ടറി. രാമപിള്ള ഉണ്ടായിരുന്നു ഒരു സഹസംഘടനാ സെക്രട്ടറി ആയിട്ട്. രാമപിള്ള പാലക്കാടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കോഴിക്കോടേക്ക് വന്നു. ഈ പല സ്ഥലങ്ങളിലും രാമപിള്ളയുടെ കൂടെയാണ് ഓരോ ഇടത്ത് പോയിട്ടുള്ളതേ. പിന്നെ അതാത് സമയത്തെ രാഷ്ട്രീയ പരിസ്ഥിതികൾ അനുസരിച്ചും അതാത് സ്ഥലത്തെ സ്ഥിതി അനുസരിച്ചും വേണമല്ലോ നമ്മൾ പോയി പ്രവർത്തിക്കാനായിട്ട്, സംസാരിക്കാനായിട്ട്. ആളുകളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ വലിയ പ്രശ്നമാണ് ആ സമയത്ത്. പക്ഷേ എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലമുണ്ട്. അതൊന്ന് വളാഞ്ചേരിയാണ്. അപ്പോൾ വളാഞ്ചേരി എന്ന ഒരാളുടെ ഒരു മാഷുടെ എഴുത്ത് കിട്ടി. പത്മനാഭ മാഷ് എന്നിട്ടാണ് പേര്. ഇങ്ങനെ വളാഞ്ചേരിയിൽ ഞങ്ങൾക്ക് ജനസംഘത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയാൽ കൊള്ളാം, അതിന് നിങ്ങളാരെങ്കിലും വരണം എന്ന് പറഞ്ഞിട്ട് എഴുതി. അദ്ദേഹത്തിന് ഞാൻ മറുപടി അയച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നതിന് പ്രചരണത്തിന് വേണ്ടിയിട്ട് മൈക്ക് വെച്ച് ജീപ്പ് ഈ പഴയ കോഴിക്കോട് ജില്ല മുഴുവനും സഞ്ചരിച്ച് സംസാരിച്ചിരുന്നു. അതിൽ കൂടെയുള്ള പ്രഭാഷണം കേട്ടിട്ടും പിന്നെ ആ സമയത്ത് കേന്ദ്രത്തിലെ പല സംസ്ഥാനങ്ങളിലും ജനസംഘം ഭരണകക്ഷിയും കൂടെ ആയിരുന്നു. അത് കാരണം ധാരാളം പേർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ആ താല്പര്യം കുറഞ്ഞ് ജനസംഘം മതി ഇനി എന്നുള്ള ധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാഷ് കത്തയച്ചത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രസംഗം കേട്ടിട്ടാണ്, ഈ മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അങ്ങനെ വളാഞ്ചേരിയിൽ പോയി അവിടെ ഒരു മാഷെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്വേഷിച്ചു പോവുകയാണ് ചെയ്തത്. അത് വളരെ സന്തോഷപൂർവ്വമായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ടീച്ചറായിരുന്നു. ഏതായാലും അദ്ദേഹം അവിടെ പല ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ ഒരു പാടത്ത് വെച്ച് ഇങ്ങനെ ജനസംഘം തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ജനസംഘം എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ കക്ഷിയാണ്. അവർ RSS ആണെന്ന് വിചാരിച്ചാൽ ഈ രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചാൽ ജനസംഘം വേറെയാണ്. അതിന് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ വന്ന ആൾക്കാർക്കൊക്കെ പറ്റിയത് RSS ആണ്, ജനസംഘത്തിന് മുതിർന്ന ആൾക്കാർ മതി എന്നൊക്കെ അവർ പറഞ്ഞു. രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കുട്ടികളുടെ ശാഖ ആരോ ഒരാളുണ്ടായിരുന്നു അവിടെ ഓട്ടിസ്റ്റൊക്കെ കഴിഞ്ഞ അയാൾ ശാഖ എടുത്തിട്ട് ആ കുട്ടികളൊക്കെ വോട്ട് പോയതിനു ശേഷം പിന്നെ നമ്മുടെ ജനസംഘത്തിൻ്റെ കാര്യവും അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ കാര്യവും അവിടെ തുടർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ആ വളാഞ്ചേരിയിൽ നല്ലൊരു യൂണിറ്റ് തുടങ്ങി. പക്ഷേ അവിടെ ഏറ്റവും നല്ല പ്രവർത്തകനായിട്ട് എനിക്ക് തോന്നിയ ആൾ കുറേ കഴിഞ്ഞ് അയാൾക്ക് കൽക്കട്ടയിൽ എന്തോ ജോലി കിട്ടിയിട്ട് അയാൾ പോയി. ഏതായാലും അവിടുത്തെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ പോവുകയും ചെയ്തു. എനിക്ക് വളരെ തൃപ്തിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ രണ്ടാമത്തെ സ്ഥലം മലപ്പുറമാണ്. ഇപ്പോൾ ഈ മലപ്പുറത്ത് എങ്ങനെയാണ് പ്രവർത്തനം നടക്കുക എന്ന് അന്വേഷിച്ച് എങ്ങനെ ഇരിക്കുന്ന സമയത്ത് മലപ്പുറത്ത് നിന്ന് ഒരു കത്ത് കിട്ടി. മലപ്പുറത്ത് പൂക്കോട്ടൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പൂക്കോട്ടൂരാണ് മാപ്പിളകളുടെ കാലത്ത് ഏറ്റവും വലിയ അക്രമം നടന്ന സ്ഥലം. അക്രമം എന്ന് പറഞ്ഞാൽ യുദ്ധം നടന്ന സ്ഥലം. 400-ലധികം മാപ്പിളമാർ വെടികൊണ്ട് മരിക്കുകയും നടന്ന സ്ഥലമാണ്. ആ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് ഒരൊറ്റ ഹിന്ദു കുടുംബമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആൾക്കാരും പോയി അവിടുന്ന്. അപ്പോൾ അവിടുന്ന് ഒരാളാണ് എഴുതി അയച്ചത്. അമ്പാളി എന്നാണ് ആ കുടുംബത്തിൻ്റെ പേര്. അമ്പാളി കരുണാകരൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കേരളത്തിൽ നിന്ന് ആദ്യം ഓട്ടിസ്റ്റിക്ക് പോയ ഒരാളാണ്. അമ്പാളി കരുണാകരനും പിന്നെ എം കുമാരനും തിരുവനന്തപുരത്ത് നിന്ന് മാന്നാർ ഗോപാലന്മാരാണ് ആദ്യം ഓട്ടിസ്റ്റിക്ക് പോയവർ. പി കുമാരൻ കോഴിക്കോട്. കുമാരൻ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അനിയന്മാരുണ്ട് ഇപ്പോഴും. അവരൊക്കെ മാധവജിയുടെ ആ പ്രായം ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 95 വയസ്സെങ്കിലും ആയി കാണും കുമാരേട്ടന്. ഈ അമ്പാളി കരുണാകരൻ വക്കീലായിരുന്നു. വേറൊരാൾ തേങ്കടി പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ തേങ്കടി വളരെ ആകർഷണം ഉണ്ടായി അദ്ദേഹത്തിന്. ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും അമ്പാളി കരുണാകരൻ്റെ വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തേങ്കടിക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്പാളി എന്ന് പറയുന്ന കുടുംബത്തിലെ മലപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണ് എനിക്ക് കത്തയച്ചത്. അങ്ങനെ അവിടെ പോയി. അത് പൂക്കോട്ടൂരാണ് അവരുടെ വീട്. അവിടെ ചെന്ന സമയത്ത് ഈ പൂക്കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഈ അമ്പാളിയുടെ വീടുള്ള സ്ഥലത്തേക്ക് 2 മൈൽ ദൂരമുണ്ട്. ആ വഴിക്കെങ്ങും ഒരൊറ്റ ഹിന്ദു ഇല്ല, മുഴുവൻ മുസ്ലിങ്ങളാണ്. അങ്ങനെ അവിടുന്ന് നടന്ന് വന്ന സമയത്ത് അയാളെ കണ്ടു. അയാൾ എന്നെ വിളിച്ചു, നാരായണനാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് അയാളുടെ വീട്ടിൽ ചെന്നു. അയാളുടെ വീട് അവരുടെ തറവാട്ട് വീടാണ് അമ്പാളി വീട്. ഏതാണ്ടൊരു 50-60 ഏക്കർ സ്ഥലം വരുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു വളപ്പാണ്. നിറച്ച് തെങ്ങ്, അല്ല ഒന്നാന്തരം തെങ്ങുകൾ. അവിടെ ആ വീടിൻ്റെ അവരുടെ പറമ്പിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന ഒരു ചോലയുണ്ട്. ചോല എന്ന് വെച്ചാൽ ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ടാ ഒരു ചോല. അവിടെ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് അതങ്ങനെ താഴത്തേക്ക് പോയി കടലുണ്ടിപ്പുഴ ചെന്ന് ചേരുന്ന ഒരു ചോലയാണ്. ഇവരുടെ പറമ്പിൽ കൂടെയാണ് അത് പോകുന്നത്. അവിടെ ചെന്ന് കണ്ടാൽ നമുക്ക് ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ ലോകത്ത് നോക്കിപ്പോവും. അപ്പോൾ അവിടെ പോയി അവരുടെ ആ കുടുംബത്തിൽപ്പെട്ട ഏതാണ്ട് 10-25 വീട്ടുകാരുണ്ട് ആ കുടുംബത്തിലെ. അവരെല്ലാം അതിൻ്റെ അകത്താണ് താമസിക്കുന്നത്. ആ ഒറ്റ കുടുംബമേ ഉള്ളൂ ഈ പറഞ്ഞ പൂക്കോട്ടൂർ വാർഡിൽ ഹിന്ദുക്കളായിട്ട്, വേറെ ആരുമില്ല. അവിടെ പോയി അവരുടെ വർത്തനമൊക്കെ പറഞ്ഞ് സംഘത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ജനസംഘത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ സംഘത്തിൻ്റെ ഇതാണെങ്കിൽ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടി ഇവിടെ പ്രവർത്തനമുണ്ട്. ശാഖയാണ്. ജനസംഘത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടും വിശദീകരിച്ചു. സംഘത്തിൻ്റെ
ഒരു കുട്ടിഗോപാലൻ എന്ന് പറഞ്ഞൊരു പ്രചാരകൻ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം ഇല്ല, മരിച്ചുപോയി. കോഴിക്കോട് കരയത്തിലാണ് താമസിച്ചിരുന്നത്. നേരത്തെ പരപ്പനങ്ങാടിയായിരുന്നു. ആ കുട്ടിഗോപാലനോട് പറഞ്ഞു, ഇങ്ങനെ പൂക്കോട്ട് വരുന്ന ആള് ഉണ്ട്, അവിടെ പോയി ശാഖ തുടങ്ങിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. കുട്ടിഗോപാലനോട് പോയി ശാഖ തുടങ്ങി. നല്ല ശാഖയായിട്ട് അത് നടന്നുകൊണ്ടിരുന്നു. അവരുടെ വളപ്പ് എന്ന് പറഞ്ഞാൽ ആ വളപ്പിൻ്റെ ഉള്ളിലേക്ക് പുറമേ നിന്ന് ആർക്കും കയറാൻ സാധിക്കില്ല. ഏതാണ്ട് ഒരാൾ പൊക്കത്തിലുള്ള വെട്ടുകല്ലിൻ്റെ മതിലാണ്. 2 വഴിയേ ഉള്ളൂ അതിലേക്ക് കയറാനായിട്ട്. വേറെ ഒരു വഴി പിന്നെ ആ ചോലയുടെ സൈഡിൽ കൂടെ പോയി കുളിക്കാൻ പോകുന്ന സ്ഥലം. അങ്ങനെ ആ പൂക്കോട്ടൂർ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അവിടെ വളരെ കാലം അവരുമായിട്ട് നേരിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അതേപോലെ തന്നെ മലപ്പുറം ടൗണിൽ തന്നെ, അതും അമ്പാളി കരുണാകരൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട വീടാണ്. അമ്പാളി കരുണാകരൻ്റെ ഒരു സഹോദരിയാണ് അവിടെ താമസിക്കുന്നത്. അവിടെയും പോയിട്ടും അവരോടും എനിക്ക് പറയാനുണ്ടായിരുന്നത്, ജനസംഘത്തിൻ്റെ കമ്മിറ്റിക്ക് നമുക്ക് തുടങ്ങാം, പക്ഷേ ഇവിടെയും നിങ്ങളൊരു ശാഖ നടത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു ശാഖ തുടങ്ങി. എന്നിട്ട് ഈ കുട്ടിഗോപാലൻ എന്ന് പറഞ്ഞ ആളെ പ്രചാരകനെ ഏൽപ്പിച്ചു. കുട്ടിഗോപാലൻ അവരെ അറിയുന്നവരാണെന്ന് പറഞ്ഞു. ഏതായാലും ആ ശാഖയും അവിടെ തുടങ്ങി. മലപ്പുറത്തും ഒരു നല്ല കമ്മിറ്റി ഉണ്ടായി, പൂക്കോട്ടൂരും ഒരു കമ്മിറ്റി ഉണ്ടായി. പിന്നെ മലപ്പുറം ചെറാട്ടുകുഴി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായി. അങ്ങനെ 3-4 കമ്മിറ്റികളോടെ ഉണ്ടായി. ആ ഇടയ്ക്ക് മലപ്പുറത്തൊരു അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താം, അവിടെ മത്സരിക്കണം എന്ന് തീരുമാനിച്ചതനുസരിച്ച് കോഴിക്കോട്ടുള്ള ഒരു അച്യുതമേനോനെ അവിടെ സംഘടനക്കാർ തീർച്ചയായിട്ടും അവിടെ വിട്ടു. അന്നത്തെ ഒരു പ്രത്യേകത, ഞാൻ ഇങ്ങനെ ഒരു നിയോജകമണ്ഡലം നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ആ മലപ്പുറം നിയോജകമണ്ഡലത്തിൽ ആകെ 28-30 വാർഡുകളാണുള്ളത്. അതിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള 2 വാർഡേ ഉള്ളൂ. ഒന്ന് ഈ ചെറാട്ടുകുഴി എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു നമുക്ക് ശാഖയുണ്ട്. പിന്നെ ഒന്ന് കോലുകാക്കുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഹിന്ദു ഭൂരിപക്ഷമില്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുല്യമാണ്. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, അവിടെ 4 ഹിന്ദുക്കളേ ഉള്ളൂ, 4 ഹിന്ദുക്കൾ. അവിടെയാണ് മത്സരിക്കേണ്ടത്. അവിടെ ഒരാളെ നിർത്തി ഇലക്ഷന് മത്സരിച്ചിട്ട് ഈ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള 2 വാർഡിലും നമുക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. ബാക്കി ഒരൊറ്റ ആൾ പോലും വോട്ട് ചെയ്യാൻ പോകാത്ത ഒരു സ്ഥലമുണ്ട്, അവിടെ വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ വരുന്ന ആൾക്കാർ താമസിക്കുന്നത് അവിടുത്തെ ഒരു നമ്പൂതിരിയുടെ ഇല്ലത്താണ്. ആ ഇല്ലത്തു നിന്നാണ് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ബൂത്തിലെ എല്ലാ സൗകര്യങ്ങളും ആ ഇല്ലത്ത് നിന്ന് ചെയ്യണം. ആ ഇല്ലത്തിലെ നമ്പൂതിരിമാരും അവിടെ ജോലിക്ക് വരുന്ന ഒരു 4 പേര് ഒഴികെ ബാക്കി ആ വാർഡിലും മുസ്ലിങ്ങളല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ അവിടെയുള്ള 30 വാർഡുകളിൽ ഏതാണ്ട് 28 വാർഡുകളും ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമാണ്. 2 വാർഡിൽ ഹിന്ദുക്കൾ തീരെയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഒരു നിയോജകമണ്ഡലത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ സാധിക്കുമോ, ഹിന്ദുക്കൾ തീരെയില്ലാത്തത്? അങ്ങനെ ഒരു സ്ഥലം മലപ്പുറമുണ്ട്. ആ മലപ്പുറത്ത് പോയി നമ്മുടെ പ്രവർത്തനം തുടങ്ങാൻ സാധിച്ചു. ഇപ്പോൾ മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം BJPയുടെ ജില്ലാ ആസ്ഥാനമായിട്ട് മലപ്പുറത്ത് ജില്ലാ കമ്മിറ്റി ബിൽഡിങ് സ്വന്തമായിട്ട് പണിതിട്ടുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിരുന്നു ആ പരിപാടികൾക്കൊക്കെ. ഞാൻ പോയി. ഇപ്പോൾ അവിടുത്തെ പ്രവർത്തകരാരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ മലപ്പുറത്ത് നമുക്കൊരു ആസ്ഥാനമുണ്ട്. അവിടെ മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമരം നടത്തുന്ന സമയത്ത് കേളപ്പൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വലിയ പ്രകടനം നടത്തിയിരുന്നു. അവിടെ ജനസംഘത്തിൻ്റെ കാലത്ത് പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല, ആ പ്രകടനത്തിൻ്റെ പോലീസ് സന്നാഹമൊക്കെ, അത്രയും വലിയ പോലീസ് സന്നാഹം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 2-3 ആൾക്കാർ ആ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. കേളപ്പനും അവരെയൊക്കെ അവിടെ വെച്ച് അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പിന്നെ ഒരു 100-100 പേരെ അവർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും വിട്ടയച്ച് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു സമരം നടന്നു. പിന്നെ ആ മലപ്പുറത്ത് മറ്റൊരു സംഭവം കൂടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. 2000 തോന്നുന്നത്. അപ്പോൾ ഈ മലപ്പുറത്തുകാർക്കൊരു പ്രത്യേക പ്രശ്നമുണ്ട്. മലപ്പുറത്ത് വെച്ചാൽ മലബാറിൽ മുഴുവൻ. അവിടെ ഈ വിഭജനത്തിന് മുമ്പ് സിന്ധിൽ പോയി ജോലി ചെയ്തിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ തിരൂരിലെ വെറ്റില, അതേപോലെ കൊയിലാണ്ടിയിലെ വെറ്റില, പിന്നെ ഈ തെക്കേ മലബാറിലെ മാമ്പഴം, ഇതിനൊക്കെ സിന്ധിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് അവിടെ പോകുന്ന ആൾക്കാരുണ്ട്, അവിടെ ജോലി ചെയ്ത് താമസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു 2-3000 ആൾക്കാർ ഈ ഇപ്പോഴത്തെ ഏറനാട് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ സിന്ധിലുണ്ടായിരുന്നു. കറാച്ചിയിലൊക്കെയാണ് മുഖ്യമായിട്ട് അവർ താമസിച്ചിരുന്നത്. അങ്ങനെ താമസിച്ചിരുന്നവർക്ക് വിഭജനം കഴിഞ്ഞിട്ട് അവർക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല. കാരണം അവരുടെ അഡ്രസ്സെല്ലാം ഇവിടെയാണ്. അപ്പോൾ അവർക്കവിടെ പൗരത്വം, ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അവിടെ പൗരത്വം കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ബന്ധുക്കളെ കാണാൻ വരണം ഇവിടെ. അവർ സിന്ധിൽ നിന്ന് വരുന്ന കാരണം ഇവിടെ അവർക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെ അതിനുള്ള നിയമ തടസ്സങ്ങൾ വന്നു. ഈ നിയമ തടസ്സങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചു. കോൺഗ്രസ് ഗവൺമെൻറ് അവരുടെ കാര്യം കണക്കിലെടുത്തേയില്ല.
അങ്ങനെ ഏതാണ്ട് 2000-ലധികം ആൾക്കാർ ഈ മലപ്പുറം ജില്ലാ ഭാഗത്തു നിന്നും മലബാറിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അവിടെ സിന്ധിൽ താമസിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ആവലാതി അവർ ജനതാ ഗവൺമെൻറ് വന്ന സമയത്ത് ജനതാ ഗവൺമെൻറ്റിന് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ട് അടൽജി അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് രാജേട്ടനോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വിഭജനകാലത്ത് പാകിസ്ഥാനിൽ പെട്ടുപോയ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക്, അതായത് ഈ മലപ്പുറത്തും അതിങ്ങനെയുള്ള സ്ഥലങ്ങൾ മുസ്ലിങ്ങൾക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനും അവരുടെ ബന്ധുക്കളെ കാണാനും അവിടെ താമസിക്കാനുമായിട്ടുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കി. അങ്ങനെ ഏതാണ്ട് 2,000 ആൾക്കാർ വന്നിട്ടുണ്ടാവണം ഇവിടെ. അത് കഴിഞ്ഞ് അടൽജിയുടെ പരിപാടി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ നമ്മൾ മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുവരണം ഓരോ സ്ഥലത്തെ പരിപാടികളും ഒക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ വാജ്പേയിയാണ് ഇവർക്ക് നാട്ടിൽ വരാനും അവരുടെ ബന്ധുക്കളെ കാണാനും ഉള്ള അവസരം ഉണ്ടാക്കിയെന്നുള്ളതിനാൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ കൊണ്ടോട്ടി മുതൽ ഇവിടെ മലപ്പുറം വരെ എത്രയെന്നറിയാമോ, ഒരു 2,000-3,000 മുസ്ലിങ്ങളെങ്കിലും ഉണ്ട്. പ്രായമായ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. പല സ്ഥലത്തും അദ്ദേഹത്തിന് വണ്ടി നിർത്തി അവരെ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവർ മലപ്പുറം ടൗണിലെത്തിയ സമയത്ത് മലപ്പുറം പഞ്ചായത്താണ്, മുനിസിപ്പാലിറ്റി ആയിട്ടില്ല. മലപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കുഞ്ഞാലൻകുട്ടി എന്നാണ് പറഞ്ഞത്. ഈ കുഞ്ഞാലിക്കുട്ടി തന്നെയാണെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങളുടെ മുനിസിപ്പൽ ഓഫീസിൽ വരാൻ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഇവരും അത് അടൽജിയോട് പറഞ്ഞു. അപ്പോൾ അടൽജി പറഞ്ഞു ഞാനിന്താ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് രാജേട്ടനും അടൽജിയും ഒക്കെ കൂടിയിട്ട് മുനിസിപ്പൽ ഓഫീസിൽ പോയി. അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ മുഴുവൻ 2 ജനസംഘക്കാരൊഴികെ ബാക്കി എല്ലാം മുസ്ലിം ലീഗുകാരാണ്. അവിടെ വരികയും അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും സംസാരിക്കുകയും നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ടാണ് പോയത്. പക്ഷേ അത് ഔദ്യോഗിക സ്വീകരണമായിട്ട് കണക്കാക്കിയിട്ടില്ല. ഒഫീഷ്യലായിട്ട് ഒരു മുനിസിപ്പൽ സ്വീകരണമായിരുന്നില്ല അത്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്.